അതെ, നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച പർപ്പിൾ പൊട്ടേറ്റോ ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് മെഴുക്കുവരട്ടി വെച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്, അപ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്ക് ഒരുമിച്ചുണ്ടാക്കാം. അപ്പം ഞാൻ ആദ്യമായിട്ട് ഇത് പീൽ ചെയ്യാൻ പോവാണേ. അപ്പോൾ ഈ പർപ്പിൾ പൊട്ടേറ്റോയെ പറ്റി ഞാൻ കൂടുതൽ വായിച്ചപ്പോൾ ഇത് സാധാരണ പൊട്ടേറ്റോയെക്കാട്ടിലും വൈറ്റ് ഓർ യെല്ലോ പൊട്ടേറ്റോയെക്കാട്ടിലും വളരെ ന്യൂട്രീഷ്യസ് ആണ്. അപ്പം സാധാരണ ഏത് ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും കളർഡ് ആണെന്നുണ്ടെങ്കിൽ അവ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇതിൽ നല്ലപോലെ ആൻറ്റി ഓക്സിഡൻസും അതുപോലെ തന്നെ ക്യാൻസറിനെ ഫൈറ്റ് ചെയ്യാനുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമ്മളിത് അരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ചൂടുവാകുമ്പോൾ കടുകും കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഈ പൊട്ടേറ്റോ നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കുക. ഒത്തിരി നേരം വേണ്ട, ഒരു 5 to 8 മിനിറ്റ്സ് അടച്ചു വെച്ച് വേവിക്കുക. അതിനുശേഷം തുറന്ന് 5 മിനിറ്റ്സ് വേവിക്കുക. അതെ, നമ്മുടെ പൊട്ടേറ്റോ ഫ്രൈ റെഡി ആയിട്ടുണ്ട്, മെഴുക്ക് വരട്ടി പർപ്പിൾ പൊട്ടേറ്റോ. അപ്പോൾ ഇത് കണ്ടോ, ഇത് ആ പർപ്പിൾ കളർ തന്നെയാണ് കേട്ടോ, കുറച്ചൊരു ബ്രൗണിഷ് നിറമായി. അപ്പം നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ശരിക്കും നമ്മളുടെ സാധാരണ പൊട്ടേറ്റോ മാതിരിയേ ഉള്ളൂ, ആ സെയിം ടേസ്റ്റ്, പിന്നെ കളറ് ഒരു ഡിഫറെൻ്റ് ആണെന്നേ ഉള്ളൂ. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. സീ യു ലേറ്റർ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.